കപ്പിനായുള്ള പോരാട്ടം ഒരു തലക്കൽ മുറുകുന്നുണ്ട്. അതായത് ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു, സിരകൾ വലിഞ്ഞു മുറുകുന്നു. അത് കണ്ണൂരിന്റേതല്ല, പക്ഷേ കോഴിക്കോടിന്റെയും തൃശ്ശൂരിന്റെയും കോഴിക്കോട് തൃശ്ശൂരിന്റെയും ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട്. 7 പോയിന്റ് വ്യത്യാസമാണുള്ളത്. 7 പോയിന്റ് വ്യത്യാസം. എന്തും സംഭവിക്കാം. ഇന്ന് രാവിലെ വേദികൾ ഉണരുമ്പോൾ 68 മത്സരങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് 20-ൽ പരം മാത്രം മത്സരങ്ങൾ. ആ മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോഴുണ്ടല്ലോ കളികളൊക്കെ അങ്ങ് മാറും. അപ്പൊ നമുക്ക് ഫീൽഡിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ അറിയാം അല്ലെ? അപ്പൊ ആരുടെ നജ്മയാണ് ഉള്ളത് അവിടെ. എന്തായാലും അവർക്ക് ഈ മത്സരഫലം മാത്രം പറഞ്ഞാൽ പോരാ, മൊത്തത്തിലുള്ള ഒരു ആവേശം തൃശ്ശൂരിന് എടുത്ത കാഴ്ചകളിലൂടെ നമുക്ക് തരേണ്ടതാണ്. അതാണ്. അപ്പം അരുണിലേക്കും നജ്മയിലേക്ക് പോകാം. അരുൺ, നജ്മ, ഏത് വേദിയിലാണ് നിങ്ങൾ ഉള്ളത്? എന്താണ് അവിടുത്തെ കാഴ്ച? ഇനി പോയിന്റ് ടേബിളിലേക്ക് നോക്കിയാൽ അവിടുത്തെ കാഴ്ച എന്താണ്? സേഫു ജിൽസി, നമ്മളുള്ളത് പ്രധാന വേദിക്ക് മുൻപിലാണ്. ഇവിടുത്തെ ഒരു ആഘോഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ വാക്കുകളിൽ പറഞ്ഞാൽ അത് മതിയാകില്ല, അത് പോരാതെ വരും എന്നുള്ളതാണ്. ഇവിടെ കലോത്സവം എന്നുള്ളതിനെ 2 വരിയിലേക്ക് കുറച്ച് വിശദമാക്കി പറഞ്ഞാൽ ആനയില്ല, എഴുന്നള്ളിപ്പില്ല, കുടമാറ്റമില്ല, പക്ഷെ പൂരം തന്നെ. എല്ലാവരും തീർച്ചയായിട്ടും. അല്ല, ഈ തൃശ്ശൂരിലെ കലോത്സവത്തിനെത്തിയ ആളുകൾക്ക് എന്തിനാണ് ആനയും കുടമാറ്റവും എന്നുള്ളതാണ് നമുക്ക് ഈ തിരക്കും ഈ ക്രൗഡും കാണുന്ന സമയത്ത് നമുക്ക് ചോദിക്കേണ്ടി വരിക. തൊട്ട് മുൻപിൽ പറമ്പേക്കാവ് ഇങ്ങനെ ദീപാലങ്കൃതമായി നിൽക്കുന്നു. അതിന് ഏറ്റവും മുൻപിൽ തിരുവമ്പാടിയിലും വെളിച്ചം വന്നു അല്ലേ? അതാണ്. അതിന് മുൻപ് സൂര്യകാന്തി, ഏറ്റവും പ്രധാനപ്പെട്ട വേദി. ആ സൂര്യകാന്തിയിൽ പുരോഗമിക്കുന്ന സംഘനൃത്തം, അത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പൊ മൊത്തത്തിൽ പൂരനഗരിയിൽ ഈ ആളുകളുടെ തിക്കും തിരക്കുമാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്. ഇനി വേദി 2ലേക്ക് പോയാൽ പാരിജാതത്തിൽ വൃന്ദവാദ്യം ഇങ്ങനെ സമാപനത്തിലേക്ക് എത്തുന്നു. മറ്റു വേദികളിലേക്ക് പോകുമ്പോൾ സംഗീത ഉപകരണങ്ങളുടെ മത്സരങ്ങൾ അവിടെയും ഇങ്ങനെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്നു. പക്ഷെ ഇവിടെ പ്രധാന വേദിയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുണ്ട്. ആ സംഘാടന മികവും കൂടി നമ്മൾ ഇതിന് കൂടെ പറയാതെ വയ്യ. അത്ര ഗംഭീരമായി തന്നെ അത് നിയന്ത്രിക്കുന്നുണ്ട്. ആളുകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, മെഡിക്കൽ സൗകര്യമാകട്ടെ, വെള്ളം കുടിക്കാനുള്ള സൗകര്യമാവട്ടെ. അത് വെറും വെള്ളമല്ല, അരുൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നാരങ്ങ വെള്ളം ഒരുക്കിയിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും ആളുകളെ നന്നായി നിയന്ത്രിക്കുന്നു. സംഘാടന മികവ് വളരെ ഗംഭീരമാണ്. കൂടാതെ ഇത്തവണ കലോത്സവത്തിന് പല നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഗ്രീൻ പ്രോട്ടോകോൾ പോലെയുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. വേസ്റ്റ് മാനേജ്മെന്റിൽ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ആളുകളും അതിനുവേണ്ടി നന്നായി സഹകരിച്ചിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഇനി പോയിന്റ് നില കൂടി പറയേണ്ടതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മളിപ്പോ ജിൽസിയും സൈഫുദ്ദീനും സംസാരിക്കുന്ന സമയത്ത് ഒരു പോയിന്റ് നില, അവിടുത്തെ ലൈവ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് മറ്റൊരു പോയിന്റ് നില. അതായത് സെക്കൻഡുകളുടെ വ്യത്യാസം മാത്രം മതി. പോയിന്റ് പട്ടിക മാറി മറിയുകയാണ്. 1ാം സ്ഥാനത്ത് കണ്ണൂരാണ്. ആ കുത്തക ഇന്നലെ രാവിലെ മുതൽ കണ്ണൂർ തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ. 2ാം സ്ഥാനത്തേക്ക് വന്ന സമയത്ത് സൈഫും ജിൽസിയും പറഞ്ഞത് തൃശ്ശൂരും കോഴിക്കോടും 2ാം സ്ഥാനം പങ്കിടുന്നു എന്നാണെങ്കിൽ ഇപ്പോൾ ഇതാ 2 പോയിന്റ് മുൻപിൽ കയറി നിൽക്കുന്നു തൃശ്ശൂർ. 895 പോയിന്റ്. ആളുകൾ വലിയ ആവേശത്തിലാണ്. ഒപ്പം തന്നെ പോയിന്റ് നില കടുക്കുന്നുണ്ട്. അപ്പൊ ഇഞ്ചോടിച്ച് പോരാട്ടത്തിന്റെ ദൃശ്യങ്ങൾ കൂടെ നമ്മൾ കാണുകയാണ്. സൂര്യകാന്തിയിലാണ് അവരുള്ളത്. അപ്പൊ സൂര്യകാന്തിയും ചെമ്പകവും പാരിജാതവും കനകാംബരവും പവിഴമല്ലിയും ഒക്കെ ജനങ്ങളാൽ നിബിഡമായ കാഴ്ച തന്നെയാണ് ശനിയാഴ്ചയിലെ ഈ സായാഹ്നത്തിൽ നമ്മൾ കാണുന്നത്.